നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ഹംഗറി വേഴ്സസ് നെതർലൻഡ്സ് മത്സരത്തിനിടക്ക് ഹംഗറിയുടെ കോച്ചിങ് സ്റ്റാഫിൽ ഒരാൾ കുഴഞ്ഞു വീണു. അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ്ലി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അദ്ദേഹത്തെ പിന്നീട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കളി ആ സമയത്ത് സസ്പെൻഡ് ചെയ്തിരുന്നല്ലോ. പിന്നെ കളി പുനരാരംഭിച്ചപ്പോൾ ഗോളടിച്ചു വൗട്ട് വെഗോസ്റ്റ്. അദ്ദേഹം അത് ആഘോഷിച്ചു. അങ്ങനെ കാൽമുട്ടിലൊക്കെ നിന്നുകൊണ്ട് അദ്ദേഹം ആഘോഷിച്ചു. ഇപ്പോൾ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും കളി 4-0 ഹംഗറി വിജയിച്ചു. വെഗോസ്റ്റ്, ഗാക്പോ, ഡംഫ്രീസ്, കുപ്പ് മൈനേഴ്സ് എന്നിവരാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത്. ഇതിൽ വെഗോസ്റ്റിൻ്റെ ഗോൾ, വൗട്ട് വെഗോസ്റ്റിൻ്റെ ഗോൾ, ആ ഗോൾ സെലിബ്രേഷനാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത്. പെനാൽറ്റിയിലൂടെയായിരുന്നല്ലോ ആ ഒരു ഗോൾ വന്നത്. സംഭവം എല്ലാവർക്കും അറിയാം. ആഡം സലായി അദ്ദേഹം ഹംഗറിയുടെ കോച്ചിങ് സ്റ്റാഫിലാണ്. മാർക്കോ റോസിയുടെ കോച്ചിങ് സ്റ്റാഫിൽ അദ്ദേഹം ജോയിൻ ചെയ്തതിന് ശേഷം അധികമായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ കളിയുടെ തുടക്കത്തിൽ അദ്ദേഹം കുഴഞ്ഞു വീണു. എന്തായാലും അദ്ദേഹത്തെ പിന്നീട് ഹോസ്പിറ്റലൈസ് ചെയ്തു. ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന ഘട്ടത്തിൽ ഹംഗറിയൻ ഫുട്ബോൾ FAയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സ്റ്റേബിളാണ്. അദ്ദേഹത്തെ കൂടുതൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം സ്റ്റേബിളാണ് എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്ത അവർ കൊടുത്തിരുന്നു. അതിനൊക്കെ ശേഷം ഇങ്ങനെ വാറ് നോക്കി പെനാൽറ്റി കിട്ടിയിട്ട് ആ പെനാൽറ്റി ഗോളടിച്ചിട്ട് ഇങ്ങനെ ആഘോഷിക്കുക, ഒരു മെഡിക്കൽ എമർജൻസി കഴിയുന്നതിന് തൊട്ടു പിന്നാലെ ഇങ്ങനെ ആഘോഷിക്കുക, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത്. ആരാധകർ മാത്രമല്ല, നെതർലൻഡ്സിൻ്റെ ഇതിഹാസ താരം റാഫേൽ വാൻ ഡർ വാർട്ട്, അവർക്ക് വേണ്ടി 109 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചയാളാണ്. അദ്ദേഹം തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇങ്ങനെ ഗോളടിച്ചിട്ട് ഇങ്ങനെ ആഘോഷിക്കുക, അതും ഈ ഒരു സംഭവത്തിന് ശേഷം ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വല്ലാത്ത രൂപത്തിൽ അത് ദഹിക്കുന്നില്ല. എനിക്ക് വയറിന് വേദന എടുക്കുന്ന പോലെ തോന്നുകയാണ്. ഈ ആഘോഷം കുറക്കാമായിരുന്നു. അതാണ് ശരി, അതായിരുന്നു അപ്രോപ്രിയേറ്റായ കാര്യം എന്ന് റാഫേൽ വാൻ ഡർ വാർട്ട് തന്നെ പ്രതികരിക്കുന്നു. എക്സിലൊക്കെ ആരാധകരുടെ ഒരു വലിയ രൂപത്തിലുള്ള എതിർപ്പ്. ഹംഗറിയൻ ഫുട്ടി പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? വെഗോസ്റ്റ് ആ ഗോൾ, ആ ഒരു പെനാൽറ്റി ഗോള് ആഘോഷിക്കുന്നു, ഇത്തരത്തിൽ ആഘോഷിക്കുന്നു. അതും അവരുടെ ബെഞ്ചിൽ, ഹംഗറിയുടെ ബെഞ്ചിൽ ഇങ്ങനെ ഒരു മെഡിക്കൽ എമർജൻസി സംഭവിച്ചു, എന്നിട്ടും ഇങ്ങനെ ആഘോഷിക്കുക, അതിന് തൊട്ടു പിന്നാലെ എന്ന് പറയുമ്പോൾ ടോട്ടലി ക്ലാസ്ലെസ് ആണ്, ഡിസ്റെസ്പെക്ട്ഫുൾ ആണ്, ഷെയ്ം ഓൺ ഹിം എന്ന് പ്രതികരിക്കുന്നു. മറ്റൊരാളുടെ പ്രതികരണം ഇങ്ങനെയാണ്: വൗട്ട് വെഗോസ്റ്റ് ഈ ഗോളടിച്ചു ശരി തന്നെ, പക്ഷേ ഒരിക്കലും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രതികരിക്കുക. വീണ്ടും ഒരാൾ: വെഗോസ്റ്റ് തീർച്ചയായിട്ടും ഈ ഒരു സെലിബ്രേഷനിൽ ഇപ്പോൾ നാണക്കേട് തോന്നേണ്ടതാണ് അദ്ദേഹത്തിന്. ചെയ്തൊട്ടും ശരിയായില്ല, റിയലി ക്ലാസ്ലെസ് എന്നാണ്. പിന്നെ തെറിയൊക്കെ ചേർത്തുകൊണ്ട് പ്രതികരിക്കുന്നവരുണ്ട്. എന്തായാലും വൗട്ട് വെഗോസ്റ്റിനെ നിങ്ങൾക്കൊക്കെ ഇതിനു മുമ്പും അദ്ദേഹം വിവാദത്തിൽപ്പെട്ടതും വാർത്തയിൽപ്പെട്ടതും ഒക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ മെസ്സി വേൾഡ് കപ്പിൽ നെതർലൻഡ്സുമായിട്ടുള്ള കളിക്ക് ശേഷം അദ്ദേഹത്തോട് എഫൂൾ എന്താണ് നോക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞു വിട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ എന്തായാലും അദ്ദേഹം ഈ ചെയ്ത കാര്യം അത് ക്ലാസ്ലെസ് ആണെന്ന് തന്നെയാണ് പൊതുവെ ഫുട്ബോൾ ലോകം വിലയിരുത്തുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.